നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീടുകളിൽ എത്രയൊക്കെ അധ്വാനിച്ചാലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള വിഷമതകളും ആരോഗ്യ പ്രശ്നങ്ങളും എന്തെന്നില്ലാത്ത കാര്യതടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയിൽ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങളുടെ വീടിന്റെ ഉയർച്ച താഴ്ചകളെ വളരെയധികം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു ഭാഗമാണ് വീടിന്റെ അടുക്കള എന്ന് പറയുന്നത്. ചില പാത്രങ്ങളും ചില വസ്തുക്കളും വീടിന്റെ അടുക്കളയിൽ ഒരുമിച്ച് വെക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാൻ കാരണമാകും. പലപ്പോഴും അറിവില്ലാതെ നമ്മൾ ചെയ്യുന്ന വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിന്റെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് സൗകര്യം എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും. എന്നാൽ ചില പാത്രങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഒരുമിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷം നിങ്ങൾക്ക് വിളിച്ചു വരുത്തുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചില പാത്രങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നത് വാസ്തുദോഷത്തിനും അതുവഴി നിങ്ങളുടെ വീട്ടിലെ എന്തെന്നില്ലാത്ത മനസമാധാനക്കേടും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും എന്ന് വേണ്ട ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു വസ്തുക്കളും നിങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് അടുക്കളയിൽ വെക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ? ഒരു കാരണവശാലും അടുക്കളയിൽ ഒരുമിച്ച് വെക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഒട്ടുമിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പിനോട് ചേർന്ന് വെള്ളം നിറച്ച പാത്രങ്ങൾ വെക്കുന്നത്. അതായത് അടുപ്പ് എന്ന് പറയുന്നത് അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിനടുത്തായിട്ട് നമ്മളിങ്ങനെ ജലം നിറച്ച പാത്രങ്ങൾ വയ്ക്കുന്നത് വളരെ വലിയ ദോഷഫലങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അഗ്നി, ജലം എന്നീ രണ്ട് കാര്യങ്ങൾ വിപരീതമായി വരുന്നതിനാൽ തന്നെ ഇപ്രകാരം നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ആ ഒരു അടുപ്പിനോട് ചേർത്ത് ജലം നിറച്ച പാത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഭവനത്തിലേക്ക് കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകാൻ കാരണമായി തീരും. ഇനി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലരും ചോദിക്കും, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല പറയുന്നത്. വെള്ളം നിറച്ച് വയ്ക്കുമല്ലോ, ചില പാത്രങ്ങളിലൊക്കെ അടുപ്പിൻ തണയിലൊക്കെ വെള്ളം നിറച്ച് വയ്ക്കുന്നത് കാണാറുണ്ട്, വെള്ളം പിടിച്ചു വയ്ക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിൽ വെള്ളം പിടിച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അടുപ്പിനോട് ചേർത്ത് വയ്ക്കാൻ പാടുള്ളതല്ല എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഭക്ഷണം പാകം ചെയ്യുവാനും മറ്റും ജലം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഭക്ഷണം പാകം ചെയ്യാനല്ലാതെ വെറുതെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് മറ്റു പാത്രങ്ങളിൽ നിറച്ച് വെള്ളം വയ്ക്കുന്നതിനാലാണ് ദോഷങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഒരു തെറ്റ് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുവാനായിട്ട് പാടില്ല. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഒരുമിച്ച് വയ്ക്കാൻ പാടില്ലാത്ത രണ്ട് വസ്തുക്കളാണ് ചിരവയും ചൂലും. ഈ ചൂല് എന്ന് പറയുന്ന വസ്തു ലക്ഷ്മി സാന്നിധ്യം വളരെയധികം നിലനിൽക്കുന്ന വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ അടുക്കളയിൽ ചൂല് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ചൂലും ചിരവയും അടുത്തടുത്തിരിക്കുന്നത് ഭവനങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും. കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു തരത്തിലുമുള്ള ഐക്യമുണ്ടാവാതെ പോകുന്ന ഒരു സാഹചര്യം, എപ്പോഴും മനസമാധാനക്കേടുണ്ടാവുന്ന ഒരു സാഹചര്യം, സാമ്പത്തികമായിട്ട് എന്തെന്നില്ലാത്ത തകർച്ചയും വന്നു ചേരുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകും. വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണീരൊഴിഞ്ഞിട്ടൊരു നേരമില്ലാത്ത തരത്തിലുള്ള അവസ്ഥയായിരിക്കും. ആ ഒരു അവസ്ഥയിലൂടെയായിരിക്കും ആ വീട്ടിലെ സ്ത്രീകൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അടുക്കളയിലേക്കാണ്. ഈ പറഞ്ഞതുപോലെ ചൂലും ചിരവയും അടുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അത് മാറ്റേണ്ടതായിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഉപ്പ് പാത്രത്തിനും മഞ്ഞൾ പാത്രത്തിനും അടുത്തായിട്ട് വെക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എള്ളിട്ട് വെച്ചിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത്. മഞ്ഞളിന്റെയും ഉപ്പിന്റെയും അടുത്തായിട്ട് ഒരു കാരണവശാലും എള്ള് നമ്മൾ വയ്ക്കാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ്, ലക്ഷ്മി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കളാണ് മഞ്ഞളും ഉപ്പും. എന്നാൽ നേരെ മറിച്ച് എള്ള് എന്ന് പറയുന്നത് ആഭിചാര കർമ്മങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ്, മഞ്ഞൾ എന്നിവ വച്ചിരിക്കുന്ന പാത്രത്തോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ എള്ള് സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്തെന്നില്ലാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ഭവിക്കാൻ കാരണമായി തീരും. ഇങ്ങനെ നിങ്ങൾ വയ്ക്കുന്നത് വഴി നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എന്തെന്നില്ലാത്ത രീതിയിലുള്ള ഒരു തകർച്ച നിങ്ങളിലേക്ക് വരാനും കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ അരിപ്പാത്രവും വേസ്റ്റ് പാത്രവും അടുത്തടുത്തായിട്ട് വയ്ക്കാൻ പാടുള്ളതല്ല. ഇന്നത്തെ വീടുകളിലൊക്കെ കിച്ചണിലെ സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അരിപ്പാത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വേസ്റ്റ് ഡസ്റ്റ്ബിനൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇങ്ങനെ അരിപ്പാത്രത്തിനടുത്തായിട്ട് നമ്മൾ വേസ്റ്റ് ഡസ്റ്റ്ബിന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എത്രയൊക്കെ സമ്പാദിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥാനമാണ് അരിപ്പാത്രം എന്ന് പറയുന്നത്. നമ്മൾ അത്രയും വൃത്തിയോടുകൂടിയും അത്രയും ശ്രദ്ധയോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് അരിപ്പാത്രം. അപ്പോൾ അതിനടുത്തായിട്ട് നമ്മൾ വേസ്റ്റ് ഡസ്റ്റ്ബിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു ദാരിദ്ര്യമായിരിക്കും. അത് ഭക്ഷണത്തിന് മാത്രമല്ല, ഏതൊരു കാര്യത്തിലായാലും ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് വസ്തുക്കളാണ് മുറവും ചിരവയും. മുറവും ചിരവയും ഒരു കാരണവശാലും നിങ്ങൾ അടുത്തടുത്തായിട്ട് അടുക്കളയിൽ വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ചിരവയും മുറവും തൊട്ടടുത്തായിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പലതരത്തിലുള്ള തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഒരു മെച്ചവുമില്ലാത്ത സാഹചര്യമായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പൊ ഈ പറയുന്ന തെറ്റുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ട് തോന്നാം, അല്ലെ? പക്ഷെ അത് എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിതയ്ക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ നിങ്ങൾ ഒരുമിച്ച് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക. അത് മാറ്റി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ഇത്രയും നാൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടേണ്ടി വന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അടുക്കളയിൽ ഒരിക്കലും സൂക്ഷിക്കാനായിട്ട് പാടില്ലാത്ത വസ്തുക്കളാണ് മരുന്നുകളൊക്കെ. ഒരുപാട് വീടിന്റെ അടുക്കള ഷെൽഫിലൊക്കെ മരുന്നുകൾ കാണാറുണ്ട്. ഒരു കാരണവശാലും മരുന്നുകൾ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല. രോഗങ്ങൾ മാറാനായിട്ടാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. എന്നാൽ ഇങ്ങനെ മരുന്ന് അടുക്കളയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗദുരിതങ്ങൾ കൂടുകയല്ലാതെ ഒരു തരത്തിലുള്ള മാറ്റവും നമുക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പൊട്ടിയ പാത്രങ്ങളായാലും ചെരുപ്പായാലും ഒന്നും തന്നെ നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള അരകല്ലും അടുപ്പും അടുത്തടുത്തായിട്ട് വരാൻ പാടില്ല എന്നുള്ളത്. അടുപ്പും അരകല്ലും നിങ്ങളുടെ വീട്ടിൽ അടുത്തടുത്തായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ വീടുകളിലെ സ്ത്രീകൾക്ക് നിരന്തരം വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിന് സമാധാനമില്ലാത്ത സാഹചര്യവുമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, എന്നും ദുഃഖവും ദുരിതവുമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ അടുക്കളയിലേക്ക്. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.